ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായി സേമിയ ഞാൻ വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായി ഒന്ന് വറുത്താൽ മതി, ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയാൽ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പാക്കറ്റ് സേമിയയാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നീളത്തിലുള്ളൊരു സേമിയ ഇല്ലേ, നമ്മൾ പായസത്തിനൊക്കെ യൂസ് ചെയ്യുന്നത്, ഇതങ്ങനത്തെ അല്ല. ഇതുകൊണ്ട് നമുക്ക് പായസം, പുലാവ്, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം. ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിടുമ്പോൾ ഇത് കാണിക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ പാക്കറ്റ് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പാക്കറ്റ്, 400 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത്. ഇതാകുമ്പോൾ നമുക്ക് പൊട്ടിച്ച് കഷ്ടപ്പെടുന്നു വേണ്ട, അത് നേരെ നമുക്ക് ചീനച്ചട്ടിയിലോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് വറുത്തെടുത്തത് ഈ ഒരു പരുവത്തിലാക്കി ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് അതേ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഒരു സവാള, 2 പച്ചമുളക്, അത്ര തന്നെ ധാരാളമാണ്. അത് ഇതിനകത്തേക്ക് ഇടുക. ഇത് നന്നായി വഴറ്റണം. ഒരു ചെറിയ സ്മെല്ലിന് വേണ്ടി ഞാൻ ഇത്തിരി കറിവേപ്പില കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഇടാം, പക്ഷെ അതൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ പച്ചവെള്ളം ഒഴിക്കണം. അത് നിങ്ങളുടെ സേമിയ, നിങ്ങൾ എടുക്കുന്ന അളവിലുള്ള സേമിയത്തേക്കാൾ കൂടുതൽ വെള്ളം വേണം. ആ സേമിയം ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ആ രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിടണം. കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കണം. നന്നായി തിള വരും കേട്ടോ. തിള വരുമ്പോൾ ഒരു കൈ കൊണ്ട് നമ്മൾ വറുത്ത സേമിയ ഒരു കൈ കൊണ്ടിടുക, അടുത്ത കൈ കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിങ്ങനെ കൈവിടാതെ ഇളക്കണം, കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എനിക്കിത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് രണ്ടും കൂടെ പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അമ്മയാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി. ഒരുപാട് നേരം ഇളക്കണ്ട, ആ കട്ട പിടിക്കാതിരുന്നാൽ മാത്രം മതി കേട്ടോ. പിന്നെ നമുക്കത് തിളയ്ക്കാൻ വേണ്ടി വിട്ടു കൊടുക്കുക. തിളച്ച് അത് ഇങ്ങനെ വേവും. വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഒരു പരിവായിട്ട് ഇതുപോലെ വരുമ്പോൾ ഒരു പിടി തേങ്ങ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മുടെ റവ ഉപ്മാവ് പോലെ അത്ര തിക്നെസ്സിലായിട്ടുണ്ടാവില്ല കേട്ടോ. അത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലേ ഉണ്ടാവുള്ളൂ. ഇത് തണുത്ത് കഴിയുമ്പോഴാണ് ശരിക്കും ഒരു ഉപ്പുമാവിൻ്റെ രൂപത്തിലേക്ക് മാറുക. ഓക്കെ, അപ്പോൾ ഞാനത് സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇത് സെർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് കഴിക്കാം. ഈ പഴം കൂട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കാം. നല്ലൊരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.